നമസ്കാരം. എല്ലാവർക്കും ഗോൾഡൻ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയുവാൻ വേണ്ടിയും സ്വർണത്തെക്കുറിച്ചുള്ള മറ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? ഇന്ന് സ്വർണം വാങ്ങട്ടെ? ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു ചോദ്യമാണെന്ന് തോന്നാം. പക്ഷേ അതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല. കാരണം ഒരേ സ്വർണ്ണവില കണ്ടിട്ട് രണ്ട് ആളുകൾ രണ്ട് വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കും. ഒരാൾ ഇന്ന് തന്നെ വാങ്ങും, മറ്റൊരാൾ ഒരു മാസം കാത്തിരിക്കും. അതിൽ ആരാണ് ശരി? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാങ്ങൂ എന്നും വാങ്ങരുത് എന്നും പറയുന്നില്ല. പകരം നിങ്ങൾക്ക് തന്നെ ശരിയായ തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില ഇന്നലത്തെക്കാട്ടിലും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ട് പലർക്കും ഒരു തോന്നൽ വരും, വില കുറഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ വാങ്ങാം. പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ, വില കുറഞ്ഞത് മാത്രം നോക്കി നമുക്ക് തീരുമാനം എടുക്കാമോ? അല്ല. അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ മാർക്കറ്റിൽ പോയി ഒരു മൊബൈൽ വാങ്ങുന്നു എന്ന് കരുതൂ. അതിൻ്റെ വില 5000 രൂപ കുറഞ്ഞു. ഉടനെ വാങ്ങുമോ? ചിലർ വാങ്ങും, ചിലർ ചോദിക്കും എന്തുകൊണ്ടാണ് കുറഞ്ഞത്. അതുപോലെ തന്നെയാണ് സ്വർണവും. വില കുറഞ്ഞത് മാത്രം പ്രധാനമല്ല, എന്തുകൊണ്ടാണ് കുറഞ്ഞത് എന്നാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്. ഇനി ഒരു കാര്യം, നിങ്ങൾ സ്വർണം വാങ്ങുന്നത് എന്തിനാണ്? വിവാഹത്തിനാണോ? സമ്മാനത്തിനാണോ? ദീർഘകാല നിക്ഷേപത്തിനാണോ? ഇതിൻ്റെ ഉത്തരമാണ് നിങ്ങളുടെ തീരുമാനം മാറ്റുന്നത്. ഉദാഹരണത്തിന്, അടുത്ത ആഴ്ച വിവാഹമാണെങ്കിൽ ഇന്നത്തെ ചെറിയ വിലക്കുറവ് നിങ്ങൾക്ക് ഗുണം ചെയ്യാം. പക്ഷേ അടുത്ത 2 വർഷത്തേക്ക് സ്വർണം ആവശ്യമില്ലെങ്കിൽ വിപണിയെ കുറച്ച് ദിവസം കൂടി നിരീക്ഷിക്കാൻ ചിലർ തീരുമാനിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ഉത്തരമല്ലെന്ന് ഞാൻ പറഞ്ഞത്. പലരും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ഒരു ദിവസം വില കുറഞ്ഞാൽ ഇനി ദിവസവും കുറയുമെന്ന് കരുതും. അല്ലെങ്കിൽ ഒരു ദിവസം കൂടിയാൽ ഇനി ദിവസവും കൂടുമെന്നും കരുതും. യഥാർത്ഥത്തിൽ സ്വർണ്ണവില അങ്ങനെ പ്രവർത്തിക്കില്ല. ലോകവിപണിയും ഡോളറിൻ്റെ മൂല്യവും പല സാമ്പത്തിക ഘടകങ്ങളും ഇതെല്ലാം ചേർന്നാണ് ഓരോ ദിവസവും വില മാറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സ്വർണ്ണവില കുറഞ്ഞു എന്നൊരു കാരണം മാത്രം നോക്കി ഒരിക്കലും വാങ്ങരുത്. അതുപോലെ വില കൂടി എന്നൊരു കാരണം മാത്രം നോക്കി വാങ്ങാതെ ഇരിക്കാനും പാടില്ല. സ്വർണം വാങ്ങുന്ന ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. വിവാഹത്തിനായി വാങ്ങുന്നവരുടെ തീരുമാനം ഒന്നായിരിക്കും. ദീർഘകാല നിക്ഷേപത്തിനായി വാങ്ങുന്നവരുടെ തീരുമാനം മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഇന്നത്തെ വില, മാർക്കറ്റിലെ സാഹചര്യം, നിങ്ങളുടെ ആവശ്യം ഇവ മൂന്നും തീരുമാനിച്ച് ചിന്തിക്കണം. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങളായിരുന്നെങ്കിൽ ഇന്ന് സ്വർണം വാങ്ങുമോ? അല്ലെങ്കിൽ ഇനിയും കുറച്ചു ദിവസം കാത്തിരിക്കുമോ? കാരണം എന്താണെന്ന് കമൻറ്റിൽ എഴുതൂ. നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടേക്കാം. നാളെ വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവുമായി നമുക്ക് കാണാം. അതുവരെ നല്ല തീരുമാനങ്ങൾ എടുക്കൂ. വിവരങ്ങൾ അറിഞ്ഞു മാത്രം സ്വർണം വാങ്ങൂ. നന്ദി.